അന്നപൂർണ ജനിച്ചതും വളർന്നതുമെല്ലാം അഘോര സമ്പ്രദായം ധാരാളം ഉണ്ടായിരുന്ന വടക്കിലാണ്. ഈ സമ്പ്രദായത്തിൽ സ്ത്രീകൾ മാത്രം ഉൾക്കൊള്ളുന്ന കൂട്ടവുമുണ്ട്. മറ്റഘോരികളെ പോലെ പുറം ലോകത്ത് പ്രത്യക്ഷപ്പെടാനോ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ വസിക്കാനോ ഇവർ തയ്യാറല്ല. മറിച്ച് ഏകാന്തമായി വന്യജീവികൾ ഒരുപാടുള്ള വനങ്ങളിൽ വസിക്കുന്നതാണ് ഇവരുടെ രീതി. തന്ത്രസാധനകൾ, യോഗാഭ്യാസങ്ങൾ, ദേവീപൂജകൾ, ഹോമങ്ങൾ, ഇങ്ങനെ അനേകം അനുഷ്ഠാനങ്ങളും താന്ത്രിക സമ്പ്രദായ പ്രകാരം എത്രയോ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന തപരീതികളും സ്വീകരിക്കുന്നത് ഇവർക്ക് സാധാരണമായ വിഷയമാണ്. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ദേവീഭാവങ്ങളെ മാത്രമേ ഇവർ ആരാധിക്കാനും തപം ചെയ്യാനും തയ്യാറാവാറുള്ളൂ. അതേസമയം മറ്റു മൂർത്തികളോട് അകൽച്ചയും കാണിക്കാറില്ല. ആ കൂട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന പെൺകുട്ടിയുടെ ജ്യോതിഷവും ഊർജങ്ങളും അനുസരിച്ച് അവരുടെ വളർച്ചയ്ക്ക് ചേരുന്ന ദേവീഭാവത്തെ സ്വന്തം മാതാവായി ഉപാസിക്കാൻ ദീക്ഷ നൽകും. ഈ രീതി കൃത്യമായി പാലിക്കുന്ന പെൺകുട്ടി ഏതാനും കാലങ്ങൾക്ക് ശേഷം അവൾ ഉപാസിച്ച അതേ ദേവീഭാവമായി സ്വയം പരിവർത്തനപ്പെടുകയും ചെയ്യും. ഇവരുടെ ഇടയിലേക്ക് ഒരു മായ പോലെയാണ് അന്നപൂർണ പ്രവേശിക്കുന്നത്. ഒരു അമാവാസിയിൽ ആരോ ഉപേക്ഷിച്ച മട്ടിലായിരുന്നു അന്നപൂർണയെ അവരുടെ വാസസ്ഥലത്ത് കണ്ടത്. പക്ഷേ ഒരു മനുഷ്യനും പ്രവേശിക്കാൻ ധൈര്യമോ തേജസ്സോ ഇല്ലാത്ത അവിടേക്ക് ആർക്കാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ ഉപേക്ഷിച്ച് മടങ്ങാൻ മാത്രമുള്ള മനസ്സ് വന്നത്? അവളെ ലഭിച്ച ശേഷം എത്രയോ ദിവസങ്ങൾ ആരുടെ കുഞ്ഞാണെന്ന് കണ്ടുപിടിക്കാൻ എല്ലാവരും ശ്രമിച്ചു. പക്ഷെ വിജയം കണ്ടില്ല. ഈ നിഗൂഢത ആ കൂട്ടത്തെയും അവരുടെയെല്ലാം ഏക ഗുരുവായ ചണ്ഡികയെയും ഒരുപാട് കുഴപ്പിച്ചു. ആ കുഴപ്പത്തിൻ്റെ ഉത്തരമായി കാളിദേവി ചണ്ഡികയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും അന്നപൂർണ തൻ്റെ സ്വന്തം അംശമാണെന്നും വെളിപ്പെടുത്തി. അവളുടെ മാതാപിതാക്കളെ അന്വേഷിച്ച് സമയം കളയാതെ സ്വന്തം മകളായി കണ്ട് നിങ്ങളുടെ എല്ലാ അനുഷ്ഠാനങ്ങളും അവളെ പഠിപ്പിക്കാനും കാളി ഉപദേശിച്ചു. ഇതോടെ ചണ്ഡികയ്ക്ക് കാര്യം മനസ്സിലായി. അന്നപൂർണ സ്വയംഭുവാണ്. അവളെ ആരും ഗർഭം ധരിച്ചിട്ടില്ല. ഒട്ടും വൈകാതെ ഈ വിഷയം മറ്റെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും അന്നപൂർണയെ അവരുടെ കൂട്ടത്തിൽ ഒരാളായി അവർക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടവളായി വളർത്താൻ ആരംഭിക്കുകയും ചെയ്തു. ആ കാടും മലകളും നദികളും വന്യജീവികൾ പോലും അവളെ വാത്സല്യത്തോടെ വരവേറ്റു. ആദ്യയെ പോലെ തന്നെ വികൃതിയുള്ള കുട്ടിയായിരുന്നു അന്നപൂർണ. പോകരുതെന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആദ്യം പോകും. ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ആരും കാണാതെ ചെയ്യുകയും പിന്നീട് പിടിക്കപ്പെടുകയും ചെയ്യും. ഇതെല്ലാം ഒരു കൊച്ചുകുട്ടിയുടെ വികൃതിയായി മാത്രമല്ല, അവളുടെ ഉള്ളിലെ ദൈവീ ചൈതന്യം പ്രകടമാകുന്ന രീതിയായും അവർ മനസ്സിലാക്കി. ഒന്നിനെയും ഭയമില്ലാതെ മാതൃതുല്യയായ ഗുരുമാത പഠിപ്പിക്കുന്ന ഓരോ വിദ്യകളും നിഷ്ഠയോടെ അഭ്യസിക്കുന്ന സമർത്ഥയായി അവൾ അവിടെ വളർന്നു വന്നു. ആ കൂട്ടത്തിൽ ഉഗ്രതേജസ്സുള്ളവർ സ്വീകരിക്കുന്ന 12 വർഷം നീണ്ടു നിൽക്കുന്ന സാധനയാണ് ദ്വാദശ. 12 വർഷങ്ങളെ 3, 2, 3, 4 വർഷങ്ങളായി വേർതിരിച്ച് താന്ത്രിക വിധി പ്രകാരം അഭ്യസിക്കുന്ന ഒരു ദേവീ തപരീതി. വളരെ കുറച്ചുപേർ മാത്രമേ ഈ സാധന സ്വീകരിക്കാൻ യോഗ്യരാവാറുള്ളൂ. അവരിൽ വളരെ കുറച്ചുപേർ മാത്രമേ സമ്പ്രദായത്തിൻ്റെ മുഴുവൻ ചരിത്രത്തിലും വിജയിച്ചതായി കണ്ടിട്ടുമുള്ളൂ. ഇതിൽ വിജയിച്ച ഒരു സാധക ചണ്ഡിക ആയതുകൊണ്ട് ഇനി വിജയിക്കാൻ സാധ്യതയുള്ള പെൺകുട്ടികളെ തിരഞ്ഞെടുക്കാൻ മാതാവിന് അവകാശമുണ്ടായിരുന്നു. നിസ്സംശയം അന്നപൂർണയെ അടുത്ത ദ്വാദശിക്ക് ചണ്ഡിക തിരഞ്ഞെടുത്തു. തനിക്ക് ശേഷം ഈ പരമ്പരയുടെ മഹാഗുരുവായും അവളെ ഭാവിയിൽ പ്രഖ്യാപിക്കാനും തീരുമാനിച്ചു. അന്നപൂർണയ്ക്ക് 10 വയസ്സായപ്പോൾ അവളെ ദ്വാദശിയിൽ ദീക്ഷ നൽകി. അപ്പോഴാണ് അവർ മറ്റൊരു അത്ഭുതം ശ്രദ്ധിച്ചത്. അന്നപൂർണയുടെ ജ്യോതിഷപ്രകാരം ദീക്ഷ നൽകാൻ തിരഞ്ഞെടുത്ത ദിവസവും വടക്കിലെ കോടിക്കണക്കിന് സാധകർ ആഘോഷിക്കുന്ന 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭമേളയും ഒരേ ദിവസമാണ്. അന്നപൂർണ സാധന പൂർത്തീകരിക്കുന്നതാകട്ടെ ഇനി 12 വർഷം കഴിഞ്ഞു വരുന്ന അടുത്ത കുംഭമേളയ്ക്കായിരിക്കും. ചണ്ഡികയുടെ വിശ്വാസം വീണ്ടും വീണ്ടും ഉറയ്ക്കുന്ന പോലെ അവർക്ക് അനുഭവപ്പെട്ടു. ആദിക്ക് 17 വയസ്സായപ്പോൾ അന്നപൂർണ ദ്വാദശയുടെ പകുതികാല സാധന വിജയകരമായി പൂർത്തീകരിച്ചിരുന്നു. അത്ഭുതം എന്തെന്നാൽ ആ ദിവസം തന്നെയാണ് ആഗ്നേയത്തിൽ ആഘോഷങ്ങൾ നടന്നതും ആദി തൻ്റെ ആയോധന കഴിവുകൾ പ്രദർശിപ്പിച്ചതും. അന്ന് രാത്രിയാണ് ഇരുവർക്കും ഹൃദയത്തിൽ ആ അനുഭൂതി ഉണ്ടായതും. യഥാർത്ഥ സംഭവവികാസങ്ങൾ ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത്.